ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശനിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. അർദ്ധനഗ്നയായി കഴുത്തിൽ ഷാൾ മുറുകി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി. പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കസ്റ്റഡിയിലുള്ള ആൺ സുഹൃത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഇയാളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. റീസെൻ്റ്ലി ആണ് ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ഇവളെ ഉപദ്രവിക്കുന്നതായും ഇവളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും ഇവളെന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പല പ്രാവശ്യം ഇവളോട് പറഞ്ഞു, മോളെ ആ ഒരു റിലേഷൻ വേണ്ട, അതൊരിക്കലും സക്സസ് ആകില്ല എന്ന് ഞാൻ ഇവളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവൻ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഓർത്ത് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവളോടും ചോദിച്ചു, താല്പര്യം ഉണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് എന്നെ വന്ന് കാണുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു 3 വർഷത്തെ സമയം തന്നെ എന്ന് പറഞ്ഞു. 3-4 വർഷത്തെ സമയം തന്നെ എന്ന് പറഞ്ഞു. അതൊരു നല്ല ഒരു ഇതല്ലല്ലോ. അപ്പോൾ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കും, മാനസികമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്താൻ ഞമ്മ പറഞ്ഞു, മോളെ ഇതൊരിക്കലും ശാശ്വതമായ കാര്യമല്ല, നിനക്ക് ഇത് ദോഷം ചെയ്യും എന്ന് ഞാൻ പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ചോറ്റാനിക്കരയിലെ വീടിനുള്ളിൽ പോക്സോ കേസിലെ ഇരയായ 19-കാരിയെ അവശനിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കേസാണത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അതിൽ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കേസിന്റെ അന്വേഷണം പ്രാരംഭദശയിലായതുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും നിങ്ങളോട് തൽക്കാലം വെളിപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും ശരിയായ വിധത്തിൽ അന്വേഷണം മുന്നോട്ട് നടക്കുന്നുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ ഇൻവോൾവ്മെന്റ് കൂടുതൽ വിശദമായിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിക്ക് ദേഹോദരയേറ്റതായിട്ട് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ സാധ്യതകൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റും. ഇപ്പോൾ ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവുമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അല്ല, പ്രതി ചേർത്തിട്ടില്ലല്ലോ. ഒരാളുടെ ഞങ്ങൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കൂടുതൽ വെരിഫൈ ചെയ്തിട്ട് അയാളുടെ ഇൻവോൾവ്മെന്റും അയാൾ പറയുന്ന കാര്യങ്ങളും സയന്റിഫിക്കായും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ചും വെരിഫൈ ചെയ്താൽ മാത്രമേ അയാളാണ് പ്രതിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ ഞങ്ങൾ അന്വേഷിച്ചു. 64 BNSന്റെ 64ഉം 109. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഒന്നും പറയാറായിട്ടില്ല. മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ട്രസ്റ്റില് അതൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. പെൺകുട്ടിയെ താൻ മർദ്ദിച്ചിരുന്നുവെന്നും ഇതിൽ മനംനൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നുമാണ് സുഹൃത്തിന്റെ മൊഴി. ഇയാൾക്കെതിരെ പരിസരവാസികൾ നേരത്തെയും പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ്. പരാതിയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിടിച്ചു എന്ന് പറയുന്ന പയ്യൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന പയ്യനാണ്. പലരും അവനിവിടെ കൊണ്ടുവന്നാക്കാൻ വരാണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഒരു മാസത്തിന് മുമ്പ് ഏതാണ്ടൊരു ഒരു മാസം കഴിഞ്ഞ 3-ാം തീയതി ഇവിടെ ഒരു പയ്യൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഈ പയ്യൻ വണ്ടി വട്ടം വെക്കുകയും വണ്ടി മാറ്റി എനിക്ക് പോകണമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇവനായിട്ട് കയർക്കുകയും കോർക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള മറ്റ് ഒരു 3-4 പേര് കൂടി ചെന്നു. അത് അങ്ങനെ ഇവരെല്ലാവരെയും കൂടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയത്. അപ്പം അന്ന് 20 കുടുംബങ്ങൾ അടങ്ങുന്ന എല്ലാവരും കൂടി ചേർന്നൊരു മാസ് പെറ്റീഷൻ കഴിഞ്ഞ 3-ാം തീയതി ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൗൺസിലറായ എന്നെ വിളിച്ചു പറയും. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, ഈ അയൽവക്കമല്ല. അതുകൊണ്ട് അങ്ങനെയാണ് സംഭവം. ഡാനി ഇപ്പോൾ പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പെൺകുട്ടി പോക്സോ കേസിലെ ഇരയാണ് എന്നറിയാം. അതിനുശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ ഈ യുവാവിന്റെ കയ്യിൽ വീണ്ടും ഇവർ പെടുന്നത് എങ്ങനെയാണ്? ഇത്ര ദിവസം അങ്ങനെ മർദ്ദിക്കാനും ഇത്തരത്തിൽ അടിമ പോലെ കൊണ്ടുനടക്കാനും ഒക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? രഞ്ജിത്ത, അതായത് ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. കാരണം ശനിയാഴ്ച ഈ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയതായുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞായറാഴ്ച പുലർച്ചെ അവിടെ നിന്ന് ഇറങ്ങുന്നതായും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം ഈ സമയത്താണ് ഇവിടെ ഒരു അതിക്രമം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷതങ്ങൾ ഏൽക്കുന്നത്, ഈ കഴുത്തിൽ കുരുക്കിട്ട രീതിയിൽ പിന്നീട് കാണപ്പെടുന്നത്, ഇതെല്ലാം തന്നെ സംഭവിക്കുന്നപ്പോഴാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഈ യുവാവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന്, ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ ഇതാണ്. ഇവർ തമ്മിലുള്ള ഒരു പരിചയം തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമേ ആയിട്ടുള്ളൂ.
ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. ഇവർ ഈ പരിചയം പല രീതിയിലേക്ക് തന്നെ അത് നീണ്ടുപോകുന്ന രീതിയിലായിരുന്നു. ഈ പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടി ആ വീട്ടിൽ എത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ പലപ്പോഴും ഇവരെ പുറത്ത് കാണുന്നവരുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിക്കും മറ്റ് സൗഹൃദങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുണ്ടായ ഒരു തർക്കം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അത് ചോദിച്ചറിയുകയാണ്. പെൺകുട്ടിയെ നേരത്തെ ഒരു പോക്സോ കേസിൽ അതിജീവിതയാണ്. അതൊരു മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇയാളുമായിട്ട് ഏതാണ്ട് ഒരു വർഷത്തെ ഒരു പരിചയമാവുന്നുള്ളൂ എന്നാണ് പോലീസിനോട് തന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള നടുക്കം ഉണ്ടെങ്കിൽ കൂടിയും ഈ യുവാവിനെതിരെ, ഈ പെൺകുട്ടിയുടെ ഈ സുഹൃത്തിനെതിരെ ഒരു പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് പലപ്പോഴും ഇവിടെ കാണാൻ വരുമ്പോഴേക്ക് ഇയാളെ അവിടെ വണ്ടി തെറ്റായ രീതിയിൽ പാർക്ക് ചെയ്യുക, അങ്ങനെ കടന്നു പോകുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അങ്ങനെ ഉടലെടുത്ത ചില വാക്ക് തർക്കങ്ങളാണ്. പലപ്പോഴും നാട്ടുകാരോട്, പരിസരവാസികളോട് ഇയാൾ ക്ഷുഭിതനായി സംസാരിക്കുകയും അവരോട് തട്ടിക്കയറാൻ വരികയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്. തങ്ങളിത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു മാസ് പെറ്റീഷനാണ് ആ വഴിയിലേക്ക് വരുമ്പോഴുള്ള വീട്ടുകാർ, ഏതാണ്ട് 20-ലധികം വീട്ടുകാർ ചേർന്ന് വ്യക്തമായ രീതിയിൽ ഒരു പരാതി എഴുതി സ്ഥലത്തെ കൗൺസിലറെ ഏൽപ്പിച്ച് അവരത് പോലീസിനെ കൈമാറുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഇയാളെ താക്കീത് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതുണ്ടായില്ല എന്ന് ആളുകൾ പറയുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ സംഭവത്തിലേക്ക് നീങ്ങില്ലായിരുന്നു എന്ന് ആളുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിനോട് ഇത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഈ പരാതിയുടെ ഉള്ളടക്ക സംബന്ധിയായ കാര്യങ്ങളിൽ വ്യക്തത വേണം, അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി പരിശോധിക്കാനുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇയാൾ പറഞ്ഞിരിക്കുന്ന മൊഴി പ്രകാരം താൻ അവരെ കണ്ടിരുന്നു, വീട്ടിൽ ചെന്ന് തന്നെ കണ്ടിരുന്നു എന്ന് പറയുന്നു. പോലീസ് അതോടൊപ്പം അന്വേഷിക്കുന്നു. ഇയാൾ അവിടെ മറ്റൊരു സുഹൃത്ത് കൊണ്ടുചെന്ന് വിടുന്ന CCTV ദൃശ്യങ്ങളാണുള്ളത്, 2 വീലറിൽ കൊണ്ടുചെന്ന് ആക്കുന്നത്. അതുകൊണ്ട് മറ്റാരെങ്കിലും പിന്നീട് അവിടേക്ക് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇവർക്കും മറ്റു പല സുഹൃത്തുക്കളുമായ അടുപ്പമുള്ളതാണ്, വളരെ അടുപ്പം. അപ്പോൾ ആരെങ്കിലും അവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളും എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്ന മൊഴി, ഇയാൾ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു, അതിൽ മനം നൊന്തുകൊണ്ടാണ് ഇവരൊരു ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ കുരുങ്ങിയിരിക്കുന്നത് ഷോളാണ്, ഇവർ വസ്ത്രദാനത്തിൽ ഉപയോഗിക്കുന്ന ഷോളാണ് കുരുങ്ങിയിരിക്കുന്നത്. അത് കുടുങ്ങിയാണ് വലിയ രീതിയിൽ ഇതിന് ഈ പെൺകുട്ടിക്ക് തലച്ചോറിന് ക്ഷതമേറ്റിരിക്കുന്നത്. അതിൻ്റെ ഒരു അതീവ ഗുരുതരാവസ്ഥയിലാണ് അവർ തുടരുന്നത്. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നിലവിൽ അവരിൽ നിന്ന് യാതൊരു രീതിയിലും ഒരു വിവരവും ശേഖരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കൂടിയാണ്. പോലീസ് സംശയിക്കുന്നതും അതുതന്നെയാണ്. കാരണം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇയാൾ ഈ മനഃപൂർവ്വം കള്ളം പറയുകയാണോ, ഇയാൾ അതിക്രമിച്ചു എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ പോലീസിനെ തെളിയിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം മുതലെടുക്കുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വിശദമായ രീതിയിൽ ഫോറൻസിക് വിഭാഗം അവിടെ തെളിവെടുപ്പും പരിശോധനയും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം ഇവർ പറഞ്ഞിരിക്കുന്ന മൊഴി സത്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം ആ മുറിക്കകത്ത് മറ്റാരുടെയെങ്കിലും സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അമ്മ വീട്ടിലില്ലാത്തൊരു സമയത്താണ് വന്നത്. അമ്മ കഴിഞ്ഞ 2 ദിവസമായി വീട്ടിലില്ലായിരുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നു. അമ്മയോടും ഇയാൾ കയർത്ത് സംസാരിച്ചതായി ചില റിപ്പോർട്ടുകളുണ്ട്. ചിലർ പറയുന്നുണ്ട് ആ രീതിയിൽ ഇയാൾ പ്രകോപനപരമായി സംസാരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഇയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. ഇയാൾക്ക് പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിനെതിരെ ഒരു കഞ്ചാവ് കേസും അതോടൊപ്പം തന്നെ തലയോലപ്പറമ്പാണ് ഇയാളുടെ ദേശം. തലയോലപ്പറമ്പിൽ ഏതാണ്ട് 2 കേസുകൾ, അത് ഈ അടിപിടി സംഭവങ്ങളാണ്, ആക്രമണ സംഭവങ്ങളാണ്. അങ്ങനെ 2 കേസുകളുണ്ട്. അങ്ങനെ മുഴുവനായി 3 കേസുകൾ ഇയാൾക്കെതിരെ തന്നെ നിലവിലുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ രീതിയിലെല്ലാം തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തായി അവിടെ വരികയും ഇത്തരം കാര്യങ്ങൾക്ക് ഏതാണ്ട് ഇയാളാണ് ചെയ്തതെന്ന രീതിയിലേക്ക് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് വിശദമായിട്ട്. ഇയാളുടെ അറസ്റ്റിലേക്കൊന്നും കടന്നിട്ടില്ല. കാരണം അതിൽ കുറച്ചുകൂടി കാര്യങ്ങളടക്കം സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതുണ്ട്. നിലവിൽ ബലാത്സംഗത്തിനും അതോടൊപ്പം തന്നെ വധശ്രമത്തിനും ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും അത് കേസന്വേഷണം അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റാരുമില്ല എന്നൊരു അനുമാനത്തിൽ തന്നെയാണ്
പോലീസ് മുന്നോട്ട് പോകുന്നത്. മുഴുവൻ അന്വേഷണവും ഈ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇയാളിപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റാർക്കും ഈ വിഷയത്തിൽ ഡാനി പങ്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അമ്മയൊക്കെ പറയുന്നത് നേരത്തെ ഇയാൾ വിവാഹാലോചന അത്തരത്തിൽ ചില കാര്യങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു, വേണമെങ്കിൽ വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് ആ ബന്ധം വഷളാവുകയായിരുന്നു. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇയാൾ ഒറ്റയ്ക്ക് ചെയ്ത ഒരു പ്രവൃത്തി, ഒരു ക്രൂരത എന്നതിനപ്പുറം മറ്റു തലത്തിലൊന്നും അന്വേഷണമില്ലല്ലോ അല്ലേ? നിലവിലില്ല. കാരണം ഇപ്പോഴുള്ള ഒരു സാഹചര്യ തെളിവുകളും കാര്യങ്ങളും എല്ലാം ആ രീതിയിലുള്ളതാണ്. കാരണം ഇയാൾ ഇവിടേക്ക് എത്തിയതും പോയതുമായ ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിശദാംശങ്ങൾ CCTV അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇയാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് ഈ അതിക്രമം ഉണ്ടായ സമയവും കാര്യങ്ങളുമെല്ലാം തന്നെ കൃത്യമായി മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയവും കാര്യങ്ങളുമെല്ലാം വളരെ കൃത്യമായുള്ള കാര്യങ്ങളാണ്. മറ്റാരും തന്നെ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഈ നിമിഷം വരെയും അനുമാനിക്കുന്നത്. പോലീസിന് അന്വേഷണവും തെളിവുകളും ലഭിച്ചിരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. ഇയാൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകും. ആശങ്കപ്പെടുത്തുന്നത് പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിയായ കാര്യങ്ങളാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ആ പെൺകുട്ടി. ഇപ്പോൾ വെന്റിലേറ്റർ സഹായത്തോടെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് പോലീസിന് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് മറ്റ് ഏതെങ്കിലും രീതിയിലുള്ളൊരു മൊഴിയെടുപ്പോ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമേ നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഫോറൻസിക് പരിശോധന, അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ ഇതിനെ ആധാരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ. ആ സാഹചര്യം ഇയാൾക്ക് എതിരാണ്. അത് പോലീസ് പറയുന്നുണ്ട്. നിലവിൽ ഇയാൾ കസ്റ്റഡിയിലുള്ള ആൾ തന്നെയാണ്. ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള ഈ മുറിപ്പാടുകളും ഈ മരണാസന്നയാക്കിയതുമെല്ലാം അയാൾക്ക് തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാളുടെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി ചോറ്റാനിക്കര പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. അതാണ് സാഹചര്യം. ഏതായാലും വലിയ ക്രൂരമായ സംഭവമാണ് ചോറ്റാനിക്കൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണ വഴികളിലാണ് പോലീസ് എന്ന് തന്നെയാണ് ഈ കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. റീസെൻ്റ്ലി ആണ് ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ഇവളെ ഉപദ്രവിക്കുന്നതായും ഇവളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും ഇവളെന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പല പ്രാവശ്യം ഇവളോട് പറഞ്ഞു, മോളെ ആ ഒരു റിലേഷൻ വേണ്ട, അതൊരിക്കലും സക്സസ് ആകില്ല എന്ന് ഞാൻ ഇവളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവൻ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഓർത്ത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവളോടും ചോദിച്ചു, താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് എന്നെ വന്ന് കാണുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു 3 വർഷത്തെ സമയം തന്നെയെന്ന് പറഞ്ഞു. 3-4 വർഷത്തെ സമയം തന്നെയെന്ന് പറഞ്ഞു. അതൊരു നല്ല ഒരു ഇതല്ലല്ലോ. അപ്പോൾ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കും, മാനസികമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തി. നമ്മൾ പറഞ്ഞു, മോളെ ഇതൊരിക്കലും ശാശ്വതമായ കാര്യമല്ല, നിനക്ക് ഇത് ദോഷം ചെയ്യും എന്ന് ഞാൻ പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ പെൺകുട്ടിയുടെ സാഹചര്യം. ഏതായാലും പോലീസ് ഈ വിഷയവും അന്വേഷിക്കുകയാണ്. അതിക്രൂരമായ പീഡനമാണ് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് കരുതാം.